RBI റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയതിനാൽ റിപ്പോ റേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാത്തരം ബാങ്ക് വായ്പകളുടെയും പലിശ നിരക്ക് കുറയുന്നതാണ്. ഉദാഹരണമായി ഭവന വായ്പ, വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഗോൾഡ് ലോൺ, കാർഷിക വായ്പ, വ്യക്തിഗത ലോൺ അതായത് പേഴ്സണൽ ലോൺ തുടങ്ങിയവയുടെ ഒക്കെ തന്നെ പലിശ നിരക്ക് കുറയുന്നതാണ്. വായ്പകളുടെ പലിശ നിരക്കിൽ എത്ര ശതമാനത്തോളമാണ് കുറവുണ്ടാകുന്നത്? നിങ്ങളെടുത്തിട്ടുള്ള ഭവന വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഗോൾഡ് ലോൺ തുടങ്ങിയവയൊക്കെ തന്നെ എത്ര ശതമാനം പലിശയ്ക്കാണോ വായ്പ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും 0.5% പലിശയിൽ കുറവുണ്ടാകാനാണ് സാധ്യത. ഉദാഹരണമായി യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ തന്നെ അവയുടെ വായ്പാ പലിശ നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. വായ്പ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം വായ്പാ പലിശ നിരക്കുകൾ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവന വായ്പ, വാഹന വായ്പ തുടങ്ങിയൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഇത് വളരെയേറെ ആശ്വാസകരമായിരിക്കും. മാത്രമല്ല വ്യക്തിഗത വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് അതായത് പേഴ്സണൽ ലോൺ എടുത്തിട്ടുള്ളവർക്കും ഇത് വളരെയേറെ ആശ്വാസകരമായിരിക്കും. കാരണം വ്യക്തിഗത വായ്പകളുടെ പേഴ്സണൽ ലോണുകളുടെ പലിശ നിരക്ക്